ഗുജറാത്തിലെ പോർബന്തറിൽ നിന്ന് വന്ന ഹലായ് മേമൻ സമുദായത്തിൻ്റെ പള്ളി. അത് 1850 രാജാ കേശവദാസ് അനുവദിച്ച സ്ഥലത്താണ് ഈ പള്ളി നിൽക്കുന്നത്. ഈ പള്ളിയിലേക്കല്ല വന്ന് പള്ളിയുടെ ചരിത്രം പറയാൻ വന്നതല്ല. പള്ളിയുടെ തൊട്ടടുത്തായിട്ട് നല്ല ഉച്ചയോട് കിട്ടുന്ന ഒരു കടയുണ്ട്. ആ കടയിലേക്ക് വന്നതാണ്. കമാൺ. ഉച്ചയാകുമ്പോൾ ഈ ഇടവഴിയാകണ്ടോ തിരക്കാണ്. കാരണം 33 വർഷത്തെ പഴക്കമുള്ള കട. ഒരു വീട്ടിലെ കൂട്. പണ്ട് സിന്ധു ചേച്ചി പിന്നെ ഫാമിലി അച്ഛനും അമ്മയും എല്ലാം കൂടെ തുടങ്ങിയ ചെറിയ കട. പിന്നെ അത് അവരെ വീടായിരുന്നു കട. പിന്നെ വീട് താമസം പിറകിലേ മാറ്റി. പണ്ടത്തെ വീട് ഇപ്പോൾ ഹോട്ടലാക്കി മാറ്റിയേക്കാണ്. ഉച്ചഭക്ഷണം മാത്രമേ ഉള്ളൂ കേട്ടോ. അത് കുറഞ്ഞ പൈസയ്ക്ക് കുറേ മീൻ കൂട്ടി ഭക്ഷണം കഴിക്കുക എന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ പൊതുവെ എത്ര മീൻ ഉണ്ടാവും ഡെയിലി? ഒരു 10 ഐറ്റം ഒക്കെ കാണും. അപ്പോൾ കറി വേറെ, ഫ്രൈ കൂടാതെ ഫ്രൈ തന്നെ കാണും. 10 ഉണ്ടാവും. ഇന്നെന്തൊക്കെയാ സ്പെഷ്യൽ? 9 ഉണ്ട്. ഒന്ന് കുറവുണ്ടല്ലോ ഇന്ന്. ഇന്നെന്തൊക്കെയാ 9 ഏതൊക്കെയാ? ഇന്ന് കായൽപ്പൊടി മീൻ, കൊഴുവ, മത്തി, അയല, സിലോപ്പിയ, കിളിമീൻ, കാരി, വരാലി, ചെമ്പല്ലി. നമ്മൾ മീൻ എങ്ങനെ പോയി എടുക്കും? അല്ലെങ്കിൽ ഇവിടെ മാർക്കറ്റിൽ അപ്പുറത്ത് തന്നെ വലിയ മാർക്കറ്റ്. ആ, നമ്മൾ എപ്പോഴും ഇവിടെ ഉച്ചയ്ക്ക് ലഞ്ച് കഴിഞ്ഞാൽ അടയ്ക്കും, അങ്ങനെയല്ലേ? ഒരു 12 മണി സ്റ്റാർട്ട് ആവുമോ? 12 പിന്നെ ഏകദേശം 2-2:30 ഉണ്ടാവുമോ? 2:30 തിരക്കാവുമ്പോൾ തീരും. നമ്മൾ സൺഡേ ഉണ്ടോ? എങ്ങനെയാ? ഇല്ല, നമ്മൾ കുക്കിംഗ് മൊത്തം ചേച്ചിമാരാണ്. ഇവരൊക്കെ തന്നെ. നമുക്ക് ചോറിന് എന്തൊക്കെ ഐറ്റം വരുന്നത്? ചോറിനകത്ത് അവിയൽ, തോരൻ, ഓരോ ദിവസം മെഴുക്കുവരട്ടി. ചിലപ്പോൾ തോരൻ മാറി മെഴുക്കുവരട്ടിയാവും. അച്ചാറ്, പിന്നെ സൈഡ് കൂടിയിൽ വേറെ എന്തെങ്കിലും ഒരു പച്ചരിയ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. ഇതെന്താ ഐറ്റം? ഇത് കേരപ്പൊടി എന്ന് പറയും ഞങ്ങള്. മുള്ളു കളഞ്ഞിട്ട് കേര ചെറിയ പീസ് കട്ടിയില്ലേ? അയില പപ്പാസ്. എന്ത് കൂട്ടം തേച്ച് തേങ്ങ അരച്ചു തേങ്ങ വറുത്തായിരിക്കും? എങ്ങനെയാ? അല്ല, തേങ്ങാപ്പാല്, മല്ലി, കുരുമുളക്. മത്തി, അയില, കൊഴുവ, സിലോപ്യ, കേരപ്പൊടി, കായൽപ്പൊടി മീൻ, കിളിമീൻ ചേർത്ത്, വരാൽ, കാരി, ചെമ്പല്ലി വറുത്തത്. അപ്പം ഇതാണ് അമ്മ അല്ലേ? സുഖം തന്നെ? കുഴപ്പമില്ല. അമ്മ തുടക്കത്തിൽ അമ്മ ഉണ്ടായിരുന്നില്ല കട തുടങ്ങുമ്പോ? തുടങ്ങിയത് അന്ന് എത്ര കറി ഉണ്ട്? കറിക്ക് എത്ര ഉണ്ടായിരുന്നു? കുറെ കറി ഉണ്ടായിരുന്നോ? ഇന്നത്തെ അത്ര ഇല്ല. ഇല്ല. അന്ന് ചോറ് എത്രയായിരുന്നു? അന്ന് വളരെ കുറവല്ല. 5 രൂപ. 5 രൂപയ്ക്ക്. തുടങ്ങിയപ്പോ 80 ആയി അല്ലേ? അതെ. പരിപ്പ്, സാമ്പാർ, മീൻചാറ്, പുളിശ്ശേരി, പച്ചമോര്, രസം. അടിപൊളി. പരിപ്പൂടി കഴിക്കല്ലേ? പരിപ്പും റോഡ് സ്റ്റൈൽ അങ്ങനെയാണല്ലോ. അതെ. ലേശം പരിപ്പ് ആയിക്കോട്ടെ, ലേശം പച്ചോറ് ആയിക്കോട്ടെ, എല്ലാം ആയിക്കോട്ടെ. ആ മതി ചേട്ടാ. തേങ്ങ അരച്ച അയിലക്കറി. ഇത് പപ്പാസ് എന്നൊക്കെ പറയുന്നു. അയില പപ്പാസ്. പിന്നെ മുളകിട്ട കറി. അങ്ങനെ കറി, മീൻ കറി തന്നെ വെറൈറ്റി. പിന്നെ ചോറിന് 80 രൂപയുള്ളൂ കേട്ടോ. റൈറ്റ് അല്ലേ? അതായത് 33 വർഷത്തെ പഴക്കമുള്ള കട. 33 വർഷമായിട്ട് ഏച്ചി സിന്ധുച്ചി നടന്ന കട. ഇത്രയും കാലത്തിൻ്റെ ഒരു പാരമ്പര്യം. അതാണ് ഈ കച്ചവടത്തിൻ്റെ ഒരു ഹൈലൈറ്റ് കിട്ടുക. കാരണം ഇത്രയും കാലം ഒരു വിശ്വാസമാണ്, ആലപ്പുഴക്കാർക്ക് ഒരു വിശ്വാസമാണ് ഇവിടുത്തെ ഭക്ഷണം. താറാവ് മപ്പാസ്, കരിമീൻ മപ്പാസ് എല്ലാം കഴിച്ചിട്ടുണ്ട്. പക്ഷേ ആദ്യമായിട്ട് അയില മപ്പാസ് കേട്ടോ. അതൊരു വെറൈറ്റി ഇല്ല. അയില മപ്പാസ്, പെപ്പർ, കുരുമുളക്, കുറച്ച് എരിവുള്ള ഐറ്റം കേട്ടോ. അപ്പോൾ ഈ സാധനം പൊളിച്ചിട്ടോ പപ്പാസ്. ആ, വടക്കൻ ജില്ലകളിൽ നിന്നുള്ളവർ ഊണ് കഴിക്കാൻ വരുമ്പോഴാണ് പറയുന്നത് അവരുടെ അവിടെ കിട്ടാത്ത സാധനങ്ങളാണ് ഇതൊക്കെ. സ്വാദ്, വെറൈറ്റി. ഇപ്പോൾ പപ്പാസിൻ്റെ കാര്യം പറഞ്ഞു, വെറൈറ്റിയാ. അതും ഇതുപോലെ നമ്മൾ അയില മാത്രമേ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ അയിലും കരിമീനും ഇത് കേരൊക്കെ ചെയ്യാൻ പറ്റുമോ? ആ, കേര ചെയ്തിട്ടുണ്ട്. ഞങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ചെമ്മീൻ റോസ്റ്റ് എങ്ങനെ വെക്കുന്നത് ചോദിച്ചിട്ടുണ്ട്. ഞണ്ട് ഏകദേശം
ഇത് അതിലേക്ക് 100 രൂപ അല്ലേ വരുന്നത്? 100 രൂപ. 100 ഇതൊക്കെ 60 60 60, മത്തി 50 മത്തി കക്ക 50 ആ ചെമ്മീൻ 150. 150. അപ്പം എന്തായാലും വന്ന് കഴിഞ്ഞാൽ ഗംഭീരമായിട്ട് നല്ല ഉച്ചയോട് കഴിച്ചിട്ട് പോവാം. അപ്പോൾ തൽക്കാലം ഞാൻ വിട്ടേക്കാണ്. പോകട്ടെ. ഓക്കെ ബൈ.